ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര നെല്ലിയാമ്പതിക്കാണ്. പക്ഷേ പതിവ് നെല്ലിയാമ്പതി യാത്രയിൽ നിന്ന് വ്യത്യസ്തമായി ഓറഞ്ച് ഫാം, ടീ പ്ലാന്റേഷൻ, സീതാർകുണ്ട് വ്യൂ പോയിൻറ്റ് ഇതൊന്നും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലില്ല. ഇന്ന് നേരെ നമ്മൾ നെല്ലിയാമ്പതി പോയി നമ്മുടെ വണ്ടി നിർത്തി ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു 1.5 മണിക്കൂർ യാത്ര, അതിനുശേഷം നമ്മുടെ റിസോർട്ട്, അവിടേക്ക് എത്തുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ ഒരു ജംഗിൾ സഫാരി, റിസോർട്ടിൻ്റെ റിവ്യൂ, ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത ഡീറ്റെയിൽ വീഡിയോയിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് തന്നെ അത്യാവശ്യം ലെങ്ത്തായി പോകുന്നതുകൊണ്ടാണ് 2 വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ യാത്ര TUVയിലാണ് കേട്ടോ. മഹീന്ദ്രയുടെ നല്ലൊരു വണ്ടി തന്നെയാണ് TUV. അപ്പോൾ ഈ കാണുന്നത് നെല്ലിയാമ്പതിയിലെ ഫസ്റ്റ് വ്യൂ പോയിൻ്റാണ്. അതുപോലെ തന്നെ ഏറ്റവും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പോയിൻ്റ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ അതൊന്നും മറക്കാതെ അവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുക. നമുക്ക് നേരെ ഇനി മുന്നോട്ട് പോകാം. ഇന്ന് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത് മിസ്റ്റി വാലി എന്നുള്ള ഒരു റിസോർട്ടിലാണ്. ഇത് ഏകദേശം 2 മണിക്കൂറോളം കാട്ടിനോട് ഉള്ളിലൂടെ പോയതിന് ശേഷം മാത്രമേ നമുക്കിവിടെ എത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെല്ലാവരും ഒരു ഉച്ചയോടുകൂടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം 3 മണി വരെയാണ് ഫോറസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടികളൊക്കെ അലോ ചെയ്യുള്ളൂ. കാരണം അത് കഴിഞ്ഞാൽ അത്യാവശ്യം ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ വണ്ടികളൊന്നും ഫോറസ്റ്റിലൂടെ വിടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടൗണിൽ എത്തിയിരിക്കുകയാണ്, നെല്ലിയാമ്പതി ടൗണിൽ. ഇവിടെ മറ്റേ ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹോട്ടലിൽ നിന്നുള്ളത്. അവരുടെ ജീപ്പിലാണ് നമ്മൾ അങ്ങോട്ട് മേലേക്ക് കൊണ്ടുപോവുക. നെല്ലിയാമ്പതിയിൽ ഇന്ന് അത്യാവശ്യം ഹോട്ടൽസ് എല്ലാം ബുക്കിംഗ് ഫുള്ളാണ്. കാരണം ഇവിടെ ഏതോ സിനിമയുടെയൊക്കെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളും ഈ ഒരു പ്ലാനിലേക്ക് എത്തിയത്. സാധാരണ നമ്മളും പതിവ് പോലെ ഇവിടെ റൂമൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായ ഒരു അനുഭവത്തിന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വില്ലേജിൻ്റെ അവിടെ നമ്മുടെ വണ്ടി നിർത്തി, ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി നേരെ ഇനി കാട്ടിലേക്ക് കയറുകയാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉള്ളത്. ഇത് കാളിദാസൻ, രാഹുൽ, ശരത്, അനുഷേട്ടൻ, പിന്നെ ബാക്കിൽ ഇരിക്കുന്ന ചേട്ടനാണ് റിസോർട്ടിലെ സ്റ്റാഫാണ്. പിന്നെ ഇത് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. അപ്പോൾ എല്ലാവരും ഒരേപോലെ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ നമുക്കിനി കൂടുതൽ കാഴ്ചകൾ കാണാം. വണ്ടി കാട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ മുന്നോട്ട് എത്തിയപ്പോഴാണ് ഈ കാണുന്ന കിടിലൻ വ്യൂ കാണാൻ കഴിഞ്ഞത്. ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ നോക്കി നിന്ന് പോണ ഒരു വ്യൂ ആണ്. കണ്ടോ, എന്താണൊരു രസം. താഴെ നമുക്ക് പാലക്കാട് ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയും. എല്ലാവരും ഒരേപോലെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഫോണിന് പോലും റേഞ്ച് ഇല്ല. ഇനി ഇവിടെ എത്ര ദിവസം സ്റ്റേ ചെയ്യുന്നോ അത്രയും ദിവസവും ഫോണിനൊന്നും നെറ്റ്വർക്ക് ഉണ്ടായിരിക്കില്ല. എന്തായാലും ഇനിയും മുന്നോട്ട് പോയി നോക്കാം. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയുന്നുണ്ട് ഇരുട്ടാവുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് എത്തണം. അപ്പോൾ ഏകദേശം സൺലൈറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാടായതുകൊണ്ട് തന്നെ ഇരുട്ടാവുന്നതിന് മുന്നേ ആൾക്ക് നമ്മളെ റൂമിലെത്തിക്കണം എന്നുള്ളൊരു ടാസ്ക് കൂടി ഉണ്ടല്ലോ. റോഡൊക്കെ ഇതാണ് അവസ്ഥ. അപ്പോൾ ആൾക്ക് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് വളരെ സേഫായി തന്നെ നമ്മളെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ ആൾക്ക് ഒരു പ്രത്യേക കെയറിങ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. കണ്ടോ, വണ്ടിയൊക്കെ ആകെ 4x4 ഇല്ലാത്ത വണ്ടികൾ കൊണ്ട് ഇത് തന്നെ വന്നു കഴിഞ്ഞാൽ ഈ കാട്ടിൽ പെട്ടുപോകും എന്നുള്ള കാര്യം തന്നെയാണ് അതിൻ്റെ ഒരു വാസ്തവം. വെറുതെ അല്ല ബാക്കിയുള്ള വണ്ടികളൊന്നും ഇത് തന്നെ അനുവദിക്കാത്തതെന്ന് ഇപ്പോൾ മനസ്സിലായില്ല. കാടിൻ്റെ ഈ ഒരു വൈബൊക്കെ ആസ്വദിച്ച് ഇവിടുത്തെ ഈ ഒരു ചെറിയ ചെറിയ പക്ഷികളുടെയും ആ സൗണ്ടൊക്കെ ആസ്വദിച്ച് പോകാൻ പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ അതാ നേരെ മുന്നിൽ കാണുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ ജീപ്പ് ഓടിച്ച് ഇറക്കിയിട്ടുള്ള ഭ്രമരം പടത്തിലെ ക്ലൈമാക്സ്, അങ്ങനെ ഒരുപാട് സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു മലയാണ് കാണുന്നത്. ആ ഒരു പടം ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് ഈ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി ഇവിടെ വരാറുണ്ട്. താഴെ നിന്ന് അതിനുള്ള ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട്.
അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ ഇതൊക്കെ വന്ന് നിങ്ങൾക്ക് ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യാം. മുന്നിൽ കണ്ടോ, റോഡൊന്നും ഇല്ല. അപ്പോൾ അത്യാവശ്യം കുലുങ്ങിയിട്ടൊക്കെ തന്നെയാണ് നമ്മളിവിടെ എത്തുക. നെല്ലിയാമ്പതിയിൽ ഇങ്ങനെ ഹിഡനായി ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഫ്രണ്ട്സും പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇതൊക്കെ ഇഷ്ടമായിച്ചാൽ ഇവിടെ വന്ന് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട അടുത്തൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ അതൊക്കെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എപ്പോഴും വയനാടും അതുപോലെ തന്നെ മൂന്നാറും തേക്കടിയൊക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ തന്നെ നല്ല തണുപ്പ് ക്ലൈമറ്റുള്ള ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കാണാനുള്ളൊരു സ്പോട്ടാണ് നെല്ലിയാമ്പതി. ഏറ്റവും അണ്ടർ റേറ്റഡായി കിടക്കുന്ന, കേരളത്തിലെ ടൂറിസം മാപ്പിൽ കിടക്കുന്ന പാലക്കാടുള്ളൊരു സ്പോട്ടാണ് നെല്ലിയാമ്പതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഹിഡനായിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നിങ്ങൾ വരണം. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇത് പുതിയൊരു ഇൻഫർമേഷനായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ട്രിപ്പ് നേരെ ഇങ്ങോട്ട് പ്ലാൻ ചെയ്യുക. ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ ഹോട്ടലിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളും വന്ന് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കുറച്ച് ഇൻഫോർമേറ്റീവായിട്ട് തന്നെ, ഇത്തിരി ലെങ്ത് ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി ചെയ്യാമെന്ന് കരുതിയത്. നല്ലൊരു ഹൈ റേഞ്ച് എക്സ്പീരിയൻസ് ബാച്ചിലേഴ്സ് ആയാലും ഫാമിലി ആയാലും വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. ഹിഡൻ സ്പോട്ടായതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞു തരാമെന്ന് കരുതിയത്. എന്തായാലും നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം. ഇനി കുറച്ച് നേരം കാഴ്ചകളൊക്കെ ബാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതിയതാണ്. നോക്കിയപ്പോൾ റോഡൊന്നും ഇല്ല മുന്നിൽ, ആകെ ഷെയ്ക്കാണ്. മുന്നിൽ ഒരു ജീപ്പ് കംപ്ലൈൻ്റായി കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്ന്. അപ്പോൾ ഓഫ് റോഡ് യാത്രയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. ആ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ റൂം. ഇതൊക്കെ പണ്ട് ബ്രിട്ടീഷുകാർ പണിതതാണ്, കരിങ്കല്ലിൽ പണിത റൂമുകളാണ് ഇതൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ജംഗിൾ സഫാരിക്ക് പോകാനുള്ള ടൈമായിട്ടുണ്ട്. വണ്ടി റെഡിയാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയുന്നുണ്ട് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം. അത്യാവശ്യം അനിമൽ സൈറ്റിംഗ് ഒക്കെ ഉണ്ടാകും എന്നാണ് ആൾ പറഞ്ഞത്. കാടിൻ്റെ ഉള്ളിലേക്ക് പോകും തോറും നമുക്ക് അതിൻ്റെ ആ ഒരു രാത്രിയുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അത്രയും അഡ്വഞ്ചറസ് ആണ്, അതുപോലെ തന്നെ എക്സൈറ്റിങ്ങുമാണ്. എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. മാനിനെ കാണാനുണ്ട്. എവിടെ പോയാലും ഇവരെയാണ് ആദ്യം കാണുക. ബന്ദിപ്പൂര് പോയാലും കാണാം. പക്ഷേ ഇത് ബന്ദിപ്പൂര് കാണുന്ന നമ്മുടെ പുള്ളിമാനല്ല, ഇത് വേറൊരു കാറ്റഗറിയിലുള്ള മാനുകളാണ്. മെയിലാണ് ഇപ്പോൾ പോയത്. അപ്പോൾ അതിൻ്റെ ഫീമെയിൽ ഇവിടെ അടുത്ത് തന്നെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. നമുക്ക് നോക്കി നോക്കാം. കുറച്ചുകൂടി മുന്നിലേക്ക് പോയി നോക്കാം. മറ്റേ റോഡൊന്നും ഇല്ല, ഈ വണ്ടി പോയ പാടുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ള റോഡ്. അതൊക്കെ വെച്ച് നമ്മളിങ്ങനെ പോവുകയാണ്. ഇത് നേരെ ഇതിൽ നിന്ന് ഷോളയൂർ ഭാഗത്തേക്കും ഈ കാട്ടിലൂടെ കണക്ഷൻ ഉണ്ട്. ഇതാ ഇതിൻ്റെ ഒരു ഒപ്പമുള്ള വേറൊരു മാനി ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു കുട്ടിയും അതിൻ്റെ അടുത്ത് എന്തോ കിടപ്പുണ്ട്. ശരിക്കും ഇവരെ രാത്രി വന്ന് ശല്യം ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഉപദ്രവിക്കുന്നൊന്നുമില്ല. നമ്മൾ കാഴ്ചകൾ കണ്ട് പോവുകയല്ലേ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ പണ്ടത്തെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ജോലിക്കാർക്കൊക്കെ താമസിക്കാനൊക്കെ ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുകളായിരിക്കും. ഇത് 400 ഏക്കറുള്ളൊരു തോട്ടമായിരുന്നു ബ്രിട്ടീഷുകാരുടെ. ഇപ്പം ആ തോട്ടമൊന്നും ഇല്ല. അങ്ങനെയുള്ള ആ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് ഇതൊക്കെ. വണ്ടി പോകുന്നു. കണ്ടില്ലേ, കാട്ടുപോത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ബൈസൺ. അപ്പോൾ അവന്മാരെ കണ്ടു. ഇനിയും അവന്മാർ ഒരുപാടുണ്ടായിരിക്കും ഇവിടെ. നമുക്ക് എന്തായാലും പോയി നോക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇത് കൂടാതെ 2 ബംഗ്ലാവുകൾ കൂടി ഉണ്ട്. ഒരു ഹെറിറ്റേജ് ബംഗ്ലാവ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കരടി ബംഗ്ലാവ് പറഞ്ഞ 2 ബംഗ്ലാവ് ഉണ്ട്. അപ്പോൾ ഇനി അതും കൂടിയും അതിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റേ ഉണ്ട്. കണ്ടോ നടന്ന് കാട്ടിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകുന്നുണ്ട് ആരൊക്കെ.
നമ്മൾ വെളിച്ചം കാണുമ്പോൾ അവരൊക്കെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നാലെ പോയിട്ട് നമുക്ക് അവരൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ദൂരെ നിന്ന് കാണുന്നവരെ അത്രയും കണ്ട് ഇതാക്കാന്നുള്ളത് മാത്രം. കാരണം അവരുടെ ഒരു ആവാസ വ്യവസ്ഥയെ നമ്മൾ ശല്യം ചെയ്യുന്നത് മോശമുള്ള കാര്യമാണല്ലോ. അപ്പോൾ നമുക്ക് ബാക്കി ഇനി കാഴ്ചകൾ ഇങ്ങനെ പോയി നോക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി അഡ്വഞ്ചറസായി സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരടി ബംഗ്ലാവ്, അതുപോലെ തന്നെ ഈ ഹെറിറ്റേജ് ബംഗ്ലാവ് ഇതൊക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മളിതാ എത്തിയിരിക്കുന്നതാണ് ഹെറിറ്റേജ് ബംഗ്ലാവ്. അവിടെ കാവൽക്കാരായിട്ട് നല്ല ഉശിരൻ നല്ല ബൈസൺ കുട്ടികൾ ഇവിടെ കിടപ്പുണ്ട്. കണ്ടോ, കൊമ്പൊക്കെ കണ്ടോ? അടുത്ത് പോയി കഴിഞ്ഞാൽ അറിയാം ഇപ്പോൾ തനി സ്വഭാവമൊക്കെ കണ്ടോ, ആൾ നല്ല നോട്ടത്തിലാണ്. അപ്പോൾ ഇതാണ് ഹെറിറ്റേജ് ബംഗ്ലാവ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. ഇവിടെ ഒന്നും ഇലക്ട്രിസിറ്റി ഇല്ല, എല്ലാം സോളാർ പവറിലുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒക്കെ അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നൊരു ഗ്രൂപ്പായിട്ടൊക്കെ സ്റ്റേ ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാം. ഫുഡ്, ക്യാമ്പ് ഫയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. നമ്മൾ നിൽക്കുന്നതാണ് ആ ഏരിയയിലാണ് ഇവരുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ, നമ്മൾ അവിടെയാണ് സ്റ്റേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ കാട്ടിൽ വന്നിട്ട് ഇവിടെയും സ്റ്റേ ചെയ്യാനുള്ളൊരു അവസരം ഇവിടെ ഉണ്ട് കേട്ടോ. ആൾ നല്ല നോട്ടത്തിലാണ്. ഒക്കെ നല്ല മെയിൽ ബൈസണുകളാണ്. അവരൊക്കെ രാത്രി നല്ല റെസ്റ്റിംഗ് ടൈമിലാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അവരെ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ, കൊള്ളാം. അപ്പോൾ ഇനി നമുക്ക് നേരെ മുന്നോട്ട് പോകാം. ഹെറിറ്റേജ് ബംഗ്ലാവിൻ്റെ ചുറ്റും ഇവർ കാവൽക്കാരുണ്ട്. അപ്പോൾ ഇവിടെ വന്ന എക്സ്പീരിയൻസ്, നമ്മൾ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാലുള്ള എക്സ്പീരിയൻസ് എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇവിടെ രാത്രി വന്ന് സ്റ്റേ ചെയ്യുമ്പോൾ ഇതേപോലെ ഇവർ കുറേ പേരുണ്ടായിരിക്കും, 4 കുറവും. ഇവർ മാത്രമാവില്ല, ഇനി ബാക്കിയുള്ള ആൾക്കാരൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങുന്നുണ്ടായിരിക്കും. നെല്ലിയാമ്പതിയിൽ സ്ഥിരം പുലി ഇറങ്ങുന്ന ഒരു സ്പോട്ട് കൂടിയാണ് നെല്ലിയാമ്പതി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്പെഷ്യൽ ആൾക്കാരെ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഒന്നും കാണാനില്ല. നമ്മുടെ ഡ്രൈവർ ഏട്ടൻ പറഞ്ഞത് ഈ സമയത്തൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അത് അടുത്ത മാൻകൂട്ടം പോകുന്നുണ്ട്. അതിൽ ഒരാളാണ്, അവൻ ലീഡറാണ് തോന്നുന്നു. പക്ഷേ ഫാമിലി ഉണ്ട് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. മറ്റേ നിലമൊക്കെ നനഞ്ഞിരിക്കുകയാണ്, അത്യാവശ്യം ചതുപ്പ് പോലെയുള്ള നിലമാണ്. ഈ ഭാഗത്ത് റോഡൊന്നും ഇല്ല അങ്ങനെ. കണ്ടോ, അവർ ഫാമിലിയാണ്. ഒരമ്മയും ഒരു കുട്ടിയും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ അവരൊക്കെ വെളിച്ചം കാണുമ്പോൾ അവർ ഒളിഞ്ഞ് ഓടിപ്പോവാണ്, പേടി കൊണ്ടായിരിക്കും. നമുക്കെന്തായാലും അവരെ ശല്യം ചെയ്യേണ്ട. നമുക്കിനി അടുത്ത കാഴ്ചകൾ കാണാം. ഈ കാണുന്നതാണ് കരടി ബംഗ്ലാവ് എന്ന് പറയുന്നത്. ഇവിടെ മുന്നേ ഉപയോഗത്തിലില്ലാതിരുന്ന സമയത്ത് കരടിയൊക്കെ പ്രസവിച്ച് കിടന്ന് അങ്ങനെ ആരൊക്കെ കണ്ട് അങ്ങനെ കരടിയുടെ ബംഗ്ലാവ് എന്നുള്ള പേര് ഇതിന് വീണിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം അഡ്വഞ്ചറസായി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാത്രി വന്ന് ഇവിടെ സ്റ്റേ ചെയ്യാം. അത് വ്യത്യസ്തമായൊരു അനുഭവം തന്നെയായിരിക്കും. കാരണം ഫുൾ കൊടും കാട് പോലെ നമുക്കുള്ള ഫീലാണ് രാത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളവർക്ക് ഇവിടെ വന്ന് ബുക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും തിരിച്ചു പോകുന്ന വഴിക്ക് ഇതാ വീണ്ടും നമുക്ക് മാൻകൂട്ടത്തിനൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇവർ ഫുള്ള് ഓടിച്ചാടി നടന്ന് ഫുഡടി പരിപാടിയൊക്കെയാണ് തോന്നുന്നു. എന്തായാലും നമുക്ക് അത്യാവശ്യം വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം ഈ ആനിമൽ സൈറ്റിങ്ങുകളൊക്കെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും. നല്ല സന്തോഷത്തിൽ തന്നെയാണ്. അതേപോലെ തന്നെ വിശക്കാനും തുടങ്ങിയിട്ടുണ്ട്. അത് അടുത്ത മാൻകൂട്ടുണ്ട്. റോഡ് സൈഡിലൊക്കെ ഇവർ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. കണ്ടോ, അവർ വെളിച്ചം കാണുമ്പോൾ ഓടി ഓടി ഉള്ളിലേക്ക് പോവുകയാണ്. നല്ല 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 ഒരു അലർട്ടിലാണ് അവർ രണ്ടുപേരും. അലർട്ടിലാണ്. വണ്ടിയുടെ വെളിച്ചം അടുത്തേക്ക് പോകും തോറും അവർ ഓടി ഓടി ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞാൻ നേരെ റൂമിൽ പോയി ഭക്ഷണം കഴിച്ച് ഇന്നത്തെ റെസ്റ്റാണ്. അപ്പോൾ കൂടുതൽ ഇനി ഇവരെ ശല്യം ചെയ്യുന്നില്ല. അപ്പോൾ തിരിച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഈ റിസോർട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായിച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്രത്യേകം ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യം പരിഗണിക്കുക. ഇതാണ് നമ്മുടെ റൂമുകൾ. അപ്പോൾ ഇതിലെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നാളെ ഞാൻ രാവിലെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്ത് എല്ലാവർക്കും കാണിച്ചു തരാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഡൈനിങ് ഏരിയ, ആ താഴെ കാണുന്നതാണ് ഓഫീസ്.
ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡിൻ്റെ റിവ്യൂ ഒക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.